പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ഇതൊരു സമാപ്തിയുടെ ഗ്രന്ഥമാണ്. വെളിപ്പാട് പുസ്തകം സമാപ്തിയുടെ ഗ്രന്ഥമാണ്. ഏഴുകളുടെ ഒരു ഗ്രന്ഥമാണ്. ഒത്തിരി ഏഴുകളെ കുറിച്ച് പറയുന്നുണ്ട്. 7 നിലവിളക്ക്, 7 ദൂതന്മാർ, 7 പൊൻകലശം, അങ്ങനെ 7 സഭകൾ തുടങ്ങി 7കളുടെ ഒരു നീണ്ട നിര ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദാനിയേൽ പ്രവചനം വെളിപ്പാട് പുസ്തകം ഏകദേശം ചില സാദൃശ്യങ്ങളുണ്ട്. ദാനിയേൽ പ്രവചനം ദൈവത്തിന്റെ പ്രിയ പുരുഷനായ ദാനിയേൽ എഴുതിയ ഗ്രന്ഥമാണ്. വെളിപ്പാട് പുസ്തകം യേശുവിന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനാണ് രചിച്ചിരിക്കുന്നത്. ദാനിയേൽ പ്രവചനം മുദ്രയിടപ്പെട്ട ഗ്രന്ഥമാണ്. വെളിപ്പാട് പുസ്തകം മുദ്ര ഭേദിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ദാനിയേൽ പ്രവചനം പഴയ നിയമത്തിലെ ഓൾഡ് ടെസ്റ്റ്മെന്റിലെ 27ാമത്തെ ഗ്രന്ഥമാണ്. വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിലെ 27ാമത്തെ ഗ്രന്ഥമാണ്. ഇങ്ങനെ ഈ 2 ഗ്രന്ഥങ്ങളും ഭാവിപരമായ കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. ഇനി നോക്കിക്കാട്ടെ, ഈ വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകമായിട്ട് താരതമ്യം ചെയ്താൽ പാപത്തിന്റെയും ശാപത്തിന്റെയും ആരംഭം ഉൽപ്പത്തിയിൽ കാണുന്ന വെളിപ്പാടിലേക്ക് വരുമ്പോൾ പാപത്തിന്റെയും ശാപത്തിന്റെയും അന്ത്യത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പഴയ നിയമം ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവവൃക്ഷം മനുഷ്യൻ നഷ്ടപ്പെട്ടു. വെളിപ്പാട് പുസ്തകത്തിൽ ജീവവൃക്ഷം മനുഷ്യൻ തിരികെ പ്രാപിക്കുകയാണ്. പഴയ നിയമം ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യന് ദൈവത്തോടുള്ള സാമീപ്യം നഷ്ടപ്പെട്ടു. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം.